കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ നയനയുടെ ആദർശിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദർശ ക്ഷേത്രത്തിലേക്ക് കയറി വരുമായിരുന്നു. കയറി വരുന്ന സമയത്താണ് നയനയും മുത്തശ്ശിനെയൊക്കെ കാണുന്നത്. ഈ സമയത്ത് ആദർശന് ഒരു അത്ഭുതമായിരുന്നു തോന്നിയത്. എങ്ങനെ നയനയുടെ അടുത്ത് മുത്തശ്ശി എത്തി, തന്നോട് ഒരു വാക്ക് പോലും എന്നിട്ട് പറഞ്ഞില്ലല്ലോ നയനെ കണ്ടെത്തിയ വിവരം. പിന്നീട് ആദർശ് നേരെ നയനയുടെ മുന്നിലേക്ക് അങ്ങോട്ട് വരുവാണ്. നയനെ കണ്ടവിടെ തന്നെ ആദർശിന് ദേഷ്യമോ സങ്കടമല്ലോ ഒരുമിച്ച് വന്നു. വന്നവിടെ നയനോട് ചോദിച്ചു, നീ എന്ത് അഹങ്കാരം അടി കാണിച്ചേ, ആരോട് ഒരു വാക്ക് പോലും പറയാതെ നീ എങ്ങോട്ടാ ഇറങ്ങി പോന്നേന്ന് ചോദിക്കുകയാണ്. അല്ല നിന്റെ സമ്മതം തെറ്റിയോ, നീ എന്ത് പരിപാടിയൊക്കെ കാണിച്ചെന്ന് ചോദിക്കുകയാണ്. നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോ ഒരു വാക്കെങ്കിലും പറയായിരുന്നല്ലോ. ബാക്കിയുള്ളവരൊക്കെ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവോ. രാത്രി ഒരുപോലെ കണ്ണിറങ്ങാൻ നിന്നെ അന്വേഷിച്ചോളം നടക്കുമായിരുന്നു എന്നും പറഞ്ഞോണ്ട് നയനയോട് വല്ലാതെ ദേഷ്യപ്പെടുമായിരുന്നു. നയന ഇതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. നിനക്കെന്താ ചോദിക്കുമ്പോൾ നിനക്ക് വായിക്കാതെ നാക്കില്ലേ, നിനക്ക് മറുപടി പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുകയാണ്. നയന പറഞ്ഞു, അതിനുള്ള ഉത്തരവൊക്കെ ഞാൻ മുത്തശ്ശിയും കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. മുത്തശ്ശിക്കും ഉത്തരം കൊടുത്താൽ മതിയോ, എനിക്കറിയണ്ടേ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കഴിഞ്ഞപ്പോൾ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോലുള്ള മര്യാദ നീ കാണിക്കണ്ടേ. എന്നോട് പറയണ്ട, മുതിർന്നവര് വീട്ടിലുണ്ടല്ലോ വേറെ, അവരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോരാൻ മേലായിരുന്നു ചോദിക്കുകയാണ്. നയന പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതെ പോന്നേന്ന് പറയുന്നത്. വീണ്ടും നീ തർക്കുത്തരം പറയുമെന്ന് ചോദിച്ചോണ്ട് നയനെ തല്ലാനായിട്ട് ആദർശ് കൈ ഓങ്ങുമ്പത്തേനും പെട്ടെന്ന് കൈയും കൂടെ താത്തി. മുത്തശ്ശി, എന്താടാ നീ കൈ താത്തിയത്, തല്ലടാ, തല്ലി അങ്ങോട്ട് തീർക്ക്, നിന്റെ ഉള്ളിലെ ദേഷ്യം മൊത്തം അങ്ങ് തീരട്ടെ എന്ന് പറയാണ്. തല്ലിയത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയ ആദർശേന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ പറഞ്ഞു, നീ എന്താ മോനെ ആദർശ് ഇങ്ങനെ കാണിക്കണേ, നിനക്കറിയാലോ നയൻ ഒരു കാര്യമില്ലാതെ അവൾ ഇറങ്ങി പോരില്ലെന്ന്, അതിന് തക്കതായ കാരണം ഉണ്ടായിട്ടല്ലേ അവള് പോന്നേ. പിന്നെ നിനക്ക് എങ്ങനെ അവളോട് ഈ ക്രൂരത ചെയ്യാനായിട്ട് തോന്നി? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത ഇപ്പൊ നീ കാണിക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരാ തെറ്റ് ചെയ്തത്? നീയാണ് ഇവിടെ തെറ്റ് ചെയ്തത്. നിന്നോട് അവള് പറയാതെ ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നീയാന്ന് പറയണം. ഈ സമയത്ത് ആദർശം, ഞാൻ എന്ത് തെറ്റ് ചെയ്താ മുത്തശ്ശൻ പറയണേ, ഇനി അതൊന്നും എന്നെ കൂടെ കൂടുതൽ പറയിപ്പിക്കണ്ടെന്ന് മുത്തശ്ശൻ പറയാണ്. പിന്നീട് നയനോട് പറഞ്ഞു, ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ, ഒരു കാര്യമില്ലാതെ അങ്ങ് നീ ഇറങ്ങി പോന്നില്ലേ, അപ്പം മനഃപൂർവ്വം എന്നെ കുറെ ഇട്ട് വട്ടം കളിപ്പിക്കുക, അത് മാത്രമായിരുന്നു നിന്റെ ഉദ്ദേശം എന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, ആദർശം അങ്ങനെയല്ല കാര്യങ്ങളൊക്കെ, ഞാൻ നിന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാം. അവൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, നീ അവളെ നല്ല പോലെ തന്നെ നോക്കുവാണെങ്കിൽ നിന്റെ മനസ്സ് മാറാനൊക്കെ ആയിട്ട് അവൾ ഒരു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി ഒരു രാത്രി മൊത്തം ക്ഷേത്രത്തിൽ ഇരിക്കാന്ന്. അപ്പൊ അതിനാണ് അവൾ ഇങ്ങോട്ട് വന്നത്. നേരം വെളുത്തിയുമ്പോ അങ്ങോട്ട് വരാന്ന് കരുതി, പക്ഷെ അറിയാതെ അവളിരുന്ന് ഉറങ്ങിപ്പോയി, അതാ സത്യാവസ്ഥ എന്ന് പറയണം. പക്ഷെ ഇത് ആദർശിന് വിശ്വാസം വന്നില്ല. ആദർശ് ചോദിച്ചു, സത്യമാണോ പറയണേന്ന് ചോദിക്കുകയാണ്. ഓ, അപ്പൊ ഞാൻ പറയുന്നതെല്ലാം കള്ളവല്ലേ? അപ്പം ഇതിനു മുമ്പ് ആദർശേട്ടൻ എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടല്ലേ, അതുകൊണ്ടാണല്ലോ ആദർശേട്ടൻ ഞാൻ പറയുന്ന കള്ളം വന്നല്ല ആദർശേട്ടന് തോന്നുന്നേ. അല്ല, ആദർശേട്ടൻ എന്നോട് എപ്പോഴും സത്യമാണോ പറയാറുള്ളതെന്ന് ചോദിക്കുകയാണ്. ആദർശ് പെട്ടു. അതെന്താ നയന നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാനങ്ങോട്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ്. ഇനി കൂടുതൽ നീ ഇവിടെ നിന്ന് പ്രസംഗിക്കണ്ട, വാ ഇങ്ങോട്ടെന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, ചെല്ലുമോളെ, ആദർശല്ലേ വിളിക്കുന്നേ, ചെല്ലാൻ പറയണം. മുത്തശ്ശൻ എന്ന് പറഞ്ഞപ്പോഴത്തേനും ആദർശ ആ കയ്യെ പിടിച്ചങ്ങോട്ട് വലിക്കുവാണ്. നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് കയ്യെ പിടിച്ച് വലിച്ചങ്ങോട്ട് കൊണ്ടുപോകണം. ആദർശേട്ടാ എനിക്ക് വേദനിക്കുന്നുണ്ടെന്നൊക്കെ നയന പറയുന്നുണ്ട്. അതൊന്നും പക്ഷെ ആദർശ് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് മുത്തശ്ശി പറയാ, ആദർശ് വന്നപ്പോൾ അവന്റെ കണ്ണിലെ തിളക്കം കണ്ടോ, നയനെ ശരിക്കും അവന് ഇഷ്ടമാണ്, പക്ഷെ അതങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അവനിപ്പം സ്നേഹമില്ല എന്നൊക്കെ അഭിനയിക്കുന്നത്. ആ കത്തിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നില്ല. മുത്തശ്ശൻ പറയും, ശരിയാണ്, അവന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, എത്ര ദേഷ്യം കാണിച്ചാലും അത് അവന്റെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരും ആ സ്നേഹം. പക്ഷെ അത് അവൻ പോലും അറിയുന്നുണ്ടായിരിക്കില്ല, അവൻ ആ കത്തിൽ എഴുതിയത് തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. മുത്തശ്ശനും ആദർശനും സ്വഭാവം മാറിയിട്ടില്ലെന്ന് വിശ്വസിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തപുരി തറവാട്ടിൽ ആകെപ്പാടെ സങ്കടപ്പെട്ട് കനകിയിരിക്കുകയാണ്. കനക പറയാ, എന്റെ മോൾ എവിടെയാന്ന് അറിയത്തില്ല, അവൾക്ക് എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല. ഞാനോ, എനിക്ക് ഒരു സമാധാനം ഇല്ല ഗോവിന്ദേട്ട, അവളെ കുറിച്ച് അറിയാഞ്ഞിട്ട് ഞാൻ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല, ഞാൻ മരിക്കാൻ പോവാന്ന് പറഞ്ഞ് കനക അങ്ങോട്ട് എഴുന്നേക്കുക. നവ്യയും ഗോവിന്ദനും വന്ന് പിടിച്ചിരുത്തുവാണ് അവിടെ. അമ്മ എന്തൊക്കെ വർത്താനേ പറയണേ, അമ്മ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് വേണേ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല, ഇത്ര സമയമായില്ലേ, ആരും ഒന്നും വിളിക്കുന്നുമില്ല പറയുന്നുമില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജലജയ്ക്ക് ദേഷ്യം വന്നു. ജലജ പറഞ്ഞു, നിങ്ങളുടെ മോളെ ഞങ്ങൾ എന്ത് ചെയ്തെന്നാ പറയുന്നേ, ഞങ്ങളൊന്നും അവളെ ചെയ്തിട്ടില്ല കേട്ടോ, വെറുതെ അനാവശ്യം പറയരുത്, വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ ഈ പഴംപുരാണം പറച്ചിലും ഈ കരച്ചിലും ഇരുന്നിട്ട്. എന്തെങ്കിലും ചെയ്ത അത് നിങ്ങൾക്ക് തെളിവുണ്ടോ? ഇല്ലല്ലോ, വെറുതെ ഓരോന്നങ്ങടുത്ത് പറഞ്ഞേക്കും എന്ന് പറഞ്ഞ് ജലജ ദേഷ്യപ്പെടുവാണ്. ഈ
ഈ സമയത്താണ് നയനെ അങ്ങോട്ട് വരുന്നത്. നയനെയും കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശനും ആദർശം അങ്ങോട്ട് വരുന്നത്. നയനെ കണ്ടപ്പോൾ തന്നെ കനക ഓടി ചെല്ലുന്നുണ്ട്. ഓടിച്ചെന്ന് നയനെ കെട്ടിപ്പിടിക്കുകയാണ് മോളേന്നും പറഞ്ഞോണ്ട്. മോളെ നീ എങ്ങോട്ട് പോയതായിരുന്നു? ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ എത്രമാത്രം തീയതെന്നറിയാവോ? എത്ര സമയം രാത്രി ഉറക്കളച്ച് നിന്നെ കാത്തിരിക്കുമായിരുന്നു. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ ജീവനോടെ ഇരിക്കില്ലായിരുന്നു പറയണം. അമ്മ ഇങ്ങനെയൊന്നും പറയല്ലമ്മേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം മോളെ? നിനക്കറിയാലോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നിനക്കൊരു പോറല് പറ്റിയ പോലും എനിക്ക് സഹിക്കാൻ പറ്റുമോ? അത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇതെല്ലാം കണ്ടും കേട്ട് ജലജ അങ്ങോട്ട് എവിടെയായിരുന്നു രാത്രി മുഴുവനും? എവിടെയോ തെണ്ടിത്തിരിഞ്ഞ് അലഞ്ഞിട്ട് വരുവല്ലേ? അതെങ്ങനെയാ? ഇവിടെ എന്തൊക്കെ നടന്നാലും നിന്നെ ബാധിക്കുന്ന കാര്യമല്ലോ. വേറുള്ളവരൊക്കെ ഉറക്കം കളിച്ച് ഇവിടെ ഇരിക്കുമായിരുന്നു. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് അങ്ങനെ തുള്ളിക്കളിച്ചങ്ങോട്ട് പോയാൽ മതിയല്ലോ. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റണം. അതിനുവേണ്ടി കളിച്ചൊരു നാടകമല്ലായിരുന്നോ? ഒരു പ്രശ്നവും ഇല്ലാത്തടത്ത് അവൾ വഴക്കുണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ജലജ കുറ്റപ്പെടുത്തുവാണ് നയനെ. ഈ സമയത്ത് ജാനകി വന്നിട്ട് മോളെ നീ എവിടെയായിരുന്നു? എന്ത് പറ്റിയതാ നിനക്ക്? എന്താണെങ്കിലും ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഒരു ആപത്തും കൂടാതെ തിരിച്ചെത്തിയല്ലോ. അത് തന്നെ ഒരു സമാധാനം. അത് അങ്ങനെയാണ് ജാനകിയുടെ മനസ്സിൽ. നയനക്കൊരു ആപത്ത് സംഭവിക്കരുതെന്നാ ജാനകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര സമയം ദേവേനെ മിണ്ടാതിരിക്കുമായിരുന്നു. പിന്നെ ദേവേനെ അങ്ങോട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല നീ രാത്രിക്ക് പോയിട്ട് രാവിലെ തന്നെ തിരിച്ചെത്തി. പക്ഷെ നീ എങ്ങോട്ട് പോയി? എന്തിനു പോയി? അതറിയണം. അതറിഞ്ഞിട്ട് നീ വീട്ടിൽ നിന്നാ മതി എന്ന് പറയണം. നയനെ പെട്ടു. എന്താ മറുപടി പറയണ്ടേ? അമ്മേ ഞാനത് നീ കൂടുതലൊന്നും പറയണ്ട. നിന്നെ ഇവിടെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മ വന്ന് കിടന്ന് എന്തൊക്കെ പറഞ്ഞറിയാവോ? അതിന് ഉത്തരവാദിത്തം പറയേണ്ട ആരാ? ഞങ്ങളാ. കുറച്ച് സമയം കൂടെ കഴിഞ്ഞായിരുന്നു ഇവിടെ പോലീസ് വന്നേനം. ഞങ്ങളേക്ക് ഒരു പക്ഷേ ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തേനം. ഞങ്ങൾ അതിന് ഉത്തരവാദിത്തം നിന്റെ അമ്മ പറയുകയും ചെയ്തേനം. അതൊക്കെ പോരെ നിനക്ക്? ഞങ്ങൾ ഇത്രയൊക്കെ ദ്രോഹിച്ച പോരെ? അതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ നിന്നോട് ചെയ്തേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അതിനോട് അമ്മ ഞാൻ ഇങ്ങനെയൊന്നും കരുതിയിട്ടല്ല. നീ ഒന്നും കരുതണ്ട. നീ എങ്ങോട്ട് പോയി? എന്തിനു പോയി? ആ സത്യം അറിയണമെന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, ഇനി അവളോട് കൂടുതലൊന്നും ചോദിക്കണ്ട. സത്യങ്ങളൊക്കെ അവളെ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്നോടും അവളോടൊന്ന് പറയണം, മുത്തശ്ശിയോടും കൂടെ. ദേവേനെ ചോദിച്ചു, എങ്ങോട്ട് പോയെന്നാ അച്ഛനീ പറയണേ? ഇവളീ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുകയാണ്. ദേവേനി ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേൾക്ക്. എന്നിട്ട് നീ തോക്കി കയറി വെടിവെക്കാൻ പറയണം. നയന് പോയ നയനക്കൊരു വഴിപാടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോയതാണ്. ഒരു രാത്രി മൊത്തം ക്ഷേത്രത്തിൽ ഇരുന്നേക്കാന്ന്. അതാന്ന് പറയണം. അത് ആരോടും പറയാതെ പോയെന്ന് പറയാണ്. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? ആരോടും പറയാതെ എന്ത് തോന്നിയ ദിവസം കാണിക്കല്ലേ? അല്ല ഈ പറഞ്ഞ ഞങ്ങളൊക്കെ വിശ്വസിക്കണല്ലേ എന്ന് ചോദിക്കുകയാണ്. ആദർശനോട് ചോദിച്ചിട്ട്, സത്യമാണോ ആദർശെ പറയണേ? ഇവിടെ പറയുന്നതൊക്കെ സത്യമാണെന്ന് ചോദിക്കുകയാണ്. ആദർശ് പറഞ്ഞു, എനിക്കറിയില്ല, സത്യമാണെന്നാ തോന്നുന്നേ. എനിക്കിത് കൂടുതലൊന്നും അറിയത്തില്ല എന്ന് പറയണം. ജാനകി വന്നിട്ട് ചോദിച്ചു, അല്ല ആദർശിന് തോന്നുന്നുണ്ടോ നയനെ ഈ ചെയ്തത് ശരിയാന്ന്? അല്ലെങ്കിൽ നയനെ ആരോടും പറയാതെ അങ്ങനെ പോയിരിക്കുന്ന ആദർശിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം. ആദർശ് പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല ചെറിയമേ. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എനിക്ക് അറിയത്തുള്ളൂ. ഇവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കും അറിയത്തുള്ളൂ എന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് ഭയങ്കര വിഷമം വന്നു. കനവ് വന്ന് ആദർശിനോട് പറഞ്ഞു, ആദർശ് എന്നെ ക്ഷമിക്ക്. ഇനി അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടോ. എന്റെ മോൾ ഇങ്ങനെ പറയാതെ പോകുന്നു ഒരിക്കലും വിചാരിച്ചില്ല. അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമെന്ന് ഞാൻ കരുതിയിരുന്നെന്ന് പറയാണ്. ഈ സമയം ദേവേനെ പറഞ്ഞ്, സമാധാനമല്ലേ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ കിട്ടിയില്ലേ? ഇനി നിങ്ങൾക്ക് പറഞ്ഞ വാക്കൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നയനെ പെട്ടെന്ന് വന്നിച്ചു, എന്താ ഇവിടെ സംഭവിച്ചേ? അമ്മോ എന്താ ഇവരോടൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. കനക പറഞ്ഞു, അത് മോളെ നിന്നെ കാണാതെ വന്നിപ്പോ എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ദേഷ്യം വന്നപ്പോ അറിയാലോ. ദേഷ്യം വന്നാൽ പിന്നെ എനിക്ക് എന്നെ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ ഞാൻ ഇവരോടെല്ലാം കൂടെ ദേഷ്യപ്പെട്ടെന്ന് പറയാം. നാനി ചോദിച്ചു, അമ്മ എന്ത് പരിപാടിയാ കാണിച്ചേ? അമ്മ എപ്പോഴും പറയൂലോ എന്റെ വീടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇത് എന്റെ വീടാണിത്. ഞാൻ ഇവിടുത്തെ മരുമോളാണ് എന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ നിന്ന് എന്ത് തോന്നിയാസം പറയാന്നാണോ? എന്നെ കാണാതെ പോയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്തിനാ ഇവരോട് ഒന്ന് ദേഷ്യപ്പെട്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നായനെ കനകയോട് ദേഷ്യപ്പെടുവാണ്. കനക പറഞ്ഞ്, ക്ഷമിക്കുമോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. പിന്നീട് എന്നോട് ക്ഷമ ചോദിക്കുകയാണ്. എന്റെ മോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഓർത്ത് നിങ്ങൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ട് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. അങ്ങനെയാ കരുതിയിരുന്നേ. എന്നോട് ക്ഷമിക്കൂ കേട്ടോ എന്ന് പറയാണ്. എല്ലാവരുടെ മുന്നിൽ കൈകൂപ്പിട്ട് പറയാണ്. പിന്നീട് കനികയും ഗോവിന്ദനും കൂടെ പോവുകയാണ്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായനിക്കാണ് വല്ലാത്ത സങ്കടവും ടെൻഷനായിപ്പോയി. സത്യങ്ങളൊക്കെ ആരോടും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. ആകെപ്പാടെ മുത്തച്ഛനും മുത്തശ്ശിക്കും മാത്രമേ അറിയത്തുള്ളൂ എന്താ സംഭവിച്ചതെന്നുള്ള സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പം ആരോടും ഒന്നും തുറന്ന് പറയാനും പറ്റില്ല. പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആരും ഇപ്പൊ തൽക്കാലത്തിന് ആ കാര്യങ്ങളൊന്നും ഇവിടെ അറിയണ്ട. അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. പിന്നെ നായനെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും ജലജ ഓർത്ത്, ഇതൊന്നും അല്ല കാരണം, മറ്റെന്തോ കാരണമുണ്ട്. അതെന്താണെന്ന് അറിയണം. എന്തൊക്കെ ഇവര് മറച്ചു വെക്കുന്നുണ്ട്. അച്ഛനും അമ്മയും തന്നെ മറച്ചു വെക്കുന്നുണ്ട്. അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ട് വരാൻ പോയതാണ് നയനെ. ഇതിനിടയ്ക്ക് എന്തൊക്കെയോ ഒരു ടിസ്റ്റുകൾ നടന്നിട്ടുണ്ടെന്ന് ഓർക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന മൂർത്തി മുത്തശ്ശൻ ഇങ്ങനെ
മുറിയിലിരിക്കുമായിരുന്നു. മൂർത്തി മുത്തശ്ശന്റെ ചങ്കിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുക. ആദർശ് അപ്പം തന്നോട് പറഞ്ഞെല്ലാം കള്ളമായിരുന്നില്ലേ? അവന് ശരിക്കും നയനയെ സ്നേഹിക്കുന്നുണ്ടോ? ഇനി സ്നേഹം അഭിനയിക്കുന്ന തന്റെ മുന്നില് തന്റെ ജീവൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിയുമ്പം തനിക്ക് തന്ന വാക്ക് പാലിക്കാനായിട്ട് ആദർശ് അങ്ങനെ സ്നേഹം അഭിനയിക്കുന്നതാണോ? നയനമോളോട് അറിയാൻ പാടില്ല, അവനോടൊന്ന് ചോദിക്കണം എന്നൊക്കെ കരുതി മുത്തശ്ശനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് കടന്നു വരുന്നത്. ആദർശനെ കണ്ടപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, എടാ എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാണെന്ന് പറയും. എന്താ മുത്തശ്ശ? എന്തുണ്ടെങ്കിലും ചോദിച്ചോളാൻ പറയണം. നീ എനിക്കൊരു മുമ്പ് ഒരു വാക്ക് തന്നായിരുന്നല്ലോ, ഒരു സത്യവാക്ക് തന്നായിരുന്നല്ലോ, നയനെ പൊന്നു പോലെ നോക്കിക്കോളാന്ന്, നയനെ സ്നേഹിച്ചോളാന്ന്. എന്റെ മരണം വരെ, ഇനിയിപ്പം എന്റെ മരണം വരെ മാത്രമല്ലോ അതിനുശേഷം നീ അവളെ സ്നേഹിക്കോ, അതോ എന്റെ പുക കണ്ടു കഴിയുമ്പോൾ നീ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ചോദിക്കുകയാണ്. ആദർശ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു. അതുകൊണ്ട് ആദർശ് പ്രിപ്പയറും അല്ലായിരുന്നു. എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. മുത്തശ്ശ അത് പിന്നെ എന്താ ഞാൻ ചോദിച്ചത്, നിനക്ക് ചോദ്യം മനസ്സിലായില്ലെന്നുണ്ടോ? എന്റെ കാലശേഷം അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാന്നാ ഞാൻ ചോദിച്ചതെന്ന് പറയാണ്. ഇതിന് എന്ത് മറുപടി പറയണമെന്ന് ആദർശന് അറിയത്തില്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന്റെ മനസ്സ് വേദനിക്കും. അതൊരു കാരണവശാലും പാടില്ല. മുത്തശ്ശന്റെ കാലശേഷം അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്നെങ്ങാനും മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി മുത്തശ്ശന് കാര്യത്തിൽ ഒരു തീരുമാനമോ, മുത്തശ്ശന് മനസ്സ് ഒരിക്കലും വേദനിപ്പിക്കില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്താ മറുപടി പറയണ്ടേ? ഇനിയും കള്ളത്തരം പറയേണ്ടി വരുമോ? ഇനി കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താൻ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. മുത്തശ്ശന് കാലശേഷം താൻ അവളെ നോക്കുമെന്ന് മുത്തശ്ശന് വാക്ക് കൊടുക്കാതെ ഒരു നിവൃത്തിയില്ലെന്ന് ആദർശം മനസ്സിലായി. ആദർശം പറഞ്ഞു, മുത്തശ്ശ എന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയണേ? മുത്തശ്ശന്റെ കാലശേഷമോ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ. മുത്തശ്ശൻ ഇനി ആരോഗ്യത്തോടു കൂടെ നന്നായിട്ട് ജീവിക്കും. ഇനിയിപ്പോ മുത്തശ്ശൻ എന്ത് സംഭവിച്ചാൽ പോലും ഞാൻ ഒരിക്കലും നയനെ കൈവിടില്ല. അവൾ എന്റെ ഭാര്യയായിരിക്കും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശന്റെ സമാധാനം. മുത്തശ്ശൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് വിശ്വാസമായി മോനെ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നുള്ളിൽ, ഒരു സന്ദേഹം ഉണ്ടായിരുന്നു, നീ എന്നെ കാണിക്കാൻ വേണ്ടി നയനോട് സ്നേഹം അഭിനയിക്കുന്നതാണോന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല, അല്ല, നിനക്ക് ശരിക്കും സ്നേഹമുണ്ടെന്ന്. ഈ സമയത്ത് ആദർശിന്റെ ഉള്ളിൽ ഒരു തീ എരിയുമായിരുന്നു. മുത്തശ്ശനോട് താൻ വീണ്ടും കള്ളം പറഞ്ഞിരിക്കുന്നു. ഈ കള്ളങ്ങളൊക്കെ താൻ എവിടെ എവിടെ കൊണ്ട് ഒഴുക്കും എന്റെ ഭഗവാനെ, എന്ത് പാവോ താൻ മുത്തശ്ശനോട് ചെയ്യുന്നേ എന്നൊരു വിചാരം ആദർശിന് ഉള്ളിലുണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി ഞാൻ വരാട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.